തൃശൂർ കോർപ്പറേഷൻ മേയർ എം.കെ. വർഗീസ് സ്ഥാനമൊഴിയണമെന്ന ആവശ്യവുമായി CPM. മുൻ ധാരണ പ്രകാരം മേയർ സ്ഥാനത്ത് 2.5 വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് നടപടി. എന്നാൽ സ്ഥാനമൊഴിയാനുള്ള ആവശ്യം എം.കെ. വർഗീസ് നിരസിച്ചു. തൃശൂർ കോർപ്പറേഷനിൽ ഇരുമുന്നണികൾക്കും ഭൂരിപക്ഷം ഇല്ലാതെ വന്നതോടെ കോൺഗ്രസ് വിമതനായ എം.കെ. വർഗീസിനെ കൂടെ കൂട്ടിയാണ് ഇടതുപക്ഷം ഭരണം നിലനിർത്തിയത്. 2 വർഷം എം.കെ. വർഗീസിന് മേയർ സ്ഥാനമെന്നായിരുന്നു ആദ്യ ധാരണ. പിന്നീടിത് 2.5 വർഷമാക്കി. ഭരണം 2.5 വർഷം പൂർത്തിയായതോടെയാണ് സ്ഥാനമൊഴിയണമെന്ന ആവശ്യവുമായി CPM രംഗത്തെത്തിയത്. എന്നാൽ രാജിവെക്കില്ലെന്ന നേതൃത്വത്തോടെ എം.കെ. വർഗീസ് തീർത്തു പറഞ്ഞതോടെ LDF പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 55 കൗൺസിലിൽ LDFിന് എം.കെ. വർഗീസ് അടക്കം 25 പേരുടെ പിന്തുണയുണ്ട്. UDFിന് 24ഉം BJPക്ക് 6 അംഗങ്ങളുമാണുള്ളത്. ഒരാളുടെ പിന്തുണ കുറഞ്ഞാൽ ഭരണം വീഴും. ഇതുതന്നെയാണ് എം.കെ. വർഗീസിന്റെ ധൈര്യവും. സമവായത്തിലൂടെ എം.കെ. വർഗീസിനെ സ്ഥാനത്തുനിന്നും നീക്കുക എന്നത് മാത്രമാണ് CPM ജില്ലാ നേതൃത്വത്തിനുള്ള ഒരേയൊരു പോംവഴി. സ്ഥാനമാറ്റം സംബന്ധിച്ച വിഷയത്തിൽ LDFിന്റെ പിന്തുണ തേടിയാവും ഇതിനുള്ള നീക്കം CPM നടത്തുക. മേയർക്കെതിരെ പല ആരോപണങ്ങൾ ഉയർന്നപ്പോഴും മേയറെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു CPM സ്വീകരിച്ചത്. എം.കെ. വർഗീസിന് വഴങ്ങിക്കൊടുക്കുന്ന നിലപാടിൽ CPMനുള്ളിൽ തന്നെ വിമർശനം ശക്തമാണ്. എന്നിരുന്നാലും തൃശൂർ നഗരത്തിന്റെ ഭരണം നിലനിർത്തുക എന്നത് മാത്രമാണ് CPMന്റെ മുഖ്യ ലക്ഷ്യം. അതിനാൽ തന്നെ ഭരണം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലും CPM കടന്നേക്കില്ല എന്നാണ് സൂചന. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.